കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് 18 to 36 മുകളിലുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രായപരിധി കഴിഞ്ഞു പോയി എന്ന വിശ്വാസത്താൽ ഇരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാവുന്ന രീതിയിൽ പുതുവർഷ സമ്മാനം എന്ന രീതിയിൽ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷന് എത്തിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അപേക്ഷിക്കാവുന്ന ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ ജില്ലകളിൽ തന്നെ അപേക്ഷിക്കാവുന്ന രീതിയിൽ ഏകദേശം 80ഓളം ഒഴിവുകൾ ഉൾപ്പെടുത്തിയാണ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക്, നിങ്ങളുടെ അടുത്തുള്ള സഹകരണ ബാങ്കിൽ നിങ്ങൾക്കൊരു ജോലി, ക്ലർക്ക് ജോലി ലഭിക്കുന്ന രീതിയിൽ ധാരാളം അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ പുതുവർഷ സമ്മാനം എന്ന രീതിയിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക് ക്ലർക്കിന്റെ ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട്. സൂപ്പർ ഗ്രേഡ് ബാങ്കിലെ സ്പെഷ്യൽ ഗ്രേഡ്, അതുപോലെ തന്നെ ക്ലാസ് 4, ക്ലാസ് 7 ബാങ്കുകളിലൊക്കെ തന്നെ ധാരാളം അവസരങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ, ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും തന്നെ അവസരങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്. ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 18 to 40 ആണ് ഏജ് ലിമിറ്റ്. എന്നാൽ EWS ജനറൽ കാറ്റഗറി തന്നെ EWS കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതായത് EWS കാറ്റഗറി, ജനറൽ കാറ്റഗറിയിൽപ്പെട്ട EWS ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 43 വയസ്സ് വരെ ഈ ക്ലർക്ക് നോട്ടിഫിക്കേഷനിൽ അപേക്ഷിക്കാൻ സാധിക്കും. അതുകൂടാതെ OBC-കാർക്കും 43 വയസ്സ് വരെ അപേക്ഷിക്കാം, SC/ST-കാർക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ വയസ്സിളവുണ്ട്, വിധവകൾക്കും 5 വർഷത്തെ വയസ്സിളവുണ്ട്. ഇങ്ങനെ ധാരാളം സംവരണങ്ങൾ, ഓരോ വിഭാഗത്തിനും ധാരാളം വയസ്സിളവ് സംവരണങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയാണ് പുതിയ നോട്ടിഫിക്കേഷൻ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ സൈറ്റിൽ കയറിയതിന് ശേഷം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓൾറെഡി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് SSLC മാത്രമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് JDC കൂടി ഉണ്ടെങ്കിൽ, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡിഗ്രിക്കാർക്ക് HDC ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി ഏതുമായിക്കോട്ടെ, HDC കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ BCom കോർപ്പറേഷൻ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കും ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ JDC, HDC, BCom കോർപ്പറേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ധാരാളം അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ശമ്പള സ്കെയില് എന്ന് പറയുന്നത് 18 300, 46 850 ആണ് ഇതിന്റെ ശമ്പള സ്കെയില് പറയുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ ധാരാളം അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോ ജില്ലയിലും ഉള്ളവർക്ക് അവരവരുടെ ജില്ലയിൽ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ജില്ലകൾ ഏതാണോ ആ അടുത്തുള്ള ജില്ലകളിൽ പോയി നിങ്ങൾക്ക് അടുത്തുള്ള ജില്ലകളിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഫീസ് അവർ പറയുന്നുണ്ട്. പ്രസ്തുത ഫീസിനും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങളുടെ സൈറ്റ്, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ സൈറ്റിൽ പ്രൊഫൈലിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താലോ നിങ്ങൾക്ക് വിശദ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഈ ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ജോലി വാങ്ങാവുന്ന രീതിയിലാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഉള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് കൈവന്നിട്ടുള്ളത്. അപ്പോൾ പ്രസ്തുത നോട്ടിഫിക്കേഷനുകളെല്ലാം നോക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവർക്ക് എത്ര ബാങ്കുകളിൽ വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെലക്ട് ചെയ്ത് ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമുള്ള അത്രയും തന്നെ എത്ര ബാങ്കുകളിൽ ഇത്ര ബാങ്കുകളിൽ മാത്രമേ അപേക്ഷിക്കാവൂ എന്ന് ഒരിക്കലും പറയുന്നില്ല. എത്ര ബാങ്കുകളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപേക്ഷകൾ ഓരോ ബാങ്കിലും അപേക്ഷ
സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ബാങ്കുകളിൽ അപേക്ഷിക്കുന്നവർക്ക് കൂടുതൽ സാധ്യത എപ്പോഴും കൂടുതലാണ്. കാരണം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് ഒക്കെ ആണെങ്കിൽ തന്നെയും ഓരോ ബാങ്കുകളിലും ഓരോ കട്ട് ഓഫ് മാർക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.